മറ്റൊരു അതിഥിയാണ് നമ്മോടൊപ്പമുള്ളത്. നമുക്കറിയാം ഇന്ന് നടന്ന മറ്റൊരു പ്രധാനപ്പെട്ട മത്സര വിഭാഗമാണ് മലയാളം പ്രസംഗം. നേരത്തെ നമ്മൾ 2 മത്സരാർത്ഥികളെ പരിചയപ്പെട്ടു. ഇന്ന് മറ്റൊരു വ്യക്തി കൂടി വന്നിരിക്കുകയാണ്. പാലക്കാട് നിന്നാണ് വന്നിരിക്കുന്നത്. അതും പാലക്കാട് വളരെ പ്രശസ്തമായ ഒരു സ്ഥലത്ത് നിന്ന്, അല്ലേ, മേഴത്തൂരിൽ നിന്ന്. മേഴത്തൂരിലെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് വന്നിരിക്കുന്നത്. എത്രാമത്തെ തവണയാണ് ഇപ്പം 2 ഐറ്റമാണ് പങ്കെടുത്തത്, അല്ലേ? ഏതൊക്കെയാണ്? ഞാൻ മലയാളം പ്രസംഗം, മലയാളം ഉപന്യാസം 2 ഇനങ്ങളിലായിരുന്നു പങ്കെടുത്തത്. പേര്? അനന്യ. ഓക്കെ. അപ്പം അനന്യ ആദ്യമായിട്ടാണോ സ്റ്റേറ്റ് ലെവലിൽ വരുന്നത്? അല്ല, ഞാൻ കലോത്സവത്തിന് കഴിഞ്ഞ പ്രാവശ്യം പ്രസംഗം പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ സംസ്ഥാന സാമൂഹ്യശാസ്ത്ര മേളയിൽ കഴിഞ്ഞ 3 വർഷം സ്റ്റേറ്റിൽ പോയിട്ടുണ്ട്. ഓക്കെ. സംസ്ഥാന കലോത്സവത്തിന് ഫസ്റ്റ് 2ാം തവണയാണ് വരുന്നത്. ഓക്കെ. അപ്പം ഈ രചനയും പ്രസംഗവും, അല്ലേ, സാഹിത്യവും അതുപോലെ തന്നെ പ്രസംഗവുമാണ് മേഖല. അപ്പം എഴുത്തും വായനയുമാണോ താല്പര്യം കൂടുതൽ? എഴുത്തും വായനയും താല്പര്യം. മറ്റേ ഡാൻസ്, പാട്ട് അങ്ങനെയുള്ള മേഖലകളിലേക്ക് അധികം പോയില്ല? ഇല്ല, കൂടുതൽ താല്പര്യം വായന, എഴുത്ത്, പ്രസംഗം, അങ്ങനത്തെ കാര്യങ്ങൾ. അങ്ങനെയാണ്. ഓക്കെ. അപ്പം എഴുത്ത് അങ്ങനെ എന്തെങ്കിലും തുടങ്ങിയിട്ടുണ്ടോ? വല്ല ലേഖനങ്ങൾ, കവിതകൾ, കഥകൾ അങ്ങനെ? ലേഖനങ്ങൾ എഴുതാറുണ്ട്, പിന്നെ കവിത എഴുതാറുണ്ട്, പിന്നെ ഉപന്യാസം പോലെയുള്ള എഴുതാറുണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു പ്രസംഗത്തിലേക്ക് വന്നത്? ഇതൊരു മത്സര ഇനമായിട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും അതിലൊരു അഭിരുചിയും ഒരു താല്പര്യവും പരിശീലനം ഒക്കെ വേണമല്ലോ. ആദ്യമായിട്ട് പ്രസംഗിക്കാൻ തുടങ്ങിയത് ഏത് സമയത്താണ്? ആദ്യമായിട്ട് പ്രസംഗിക്കാൻ പോയത്, ഞാൻ ഒരു ദിവസം ക്വിസ് ഉണ്ടായിരുന്നു സ്കൂളിൽ. അപ്പോൾ അത് പഠിച്ചു, പക്ഷേ ക്വിസ് കിട്ടിയില്ല. അപ്പം അന്ന് തന്നെ ശിശുദിനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രസംഗം ഉണ്ടായിരുന്നു. അപ്പോൾ ടീച്ചറാണ് പറഞ്ഞത്, ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, എങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഞാൻ നല്ല സംസാരിക്കണ കൂട്ടത്തിലായിരുന്നു. അപ്പം അങ്ങനെയാണ് നിർത്താതെ സംസാരിക്കുന്ന ഒരാളാണ്. അതെ, അങ്ങനെയാണ് പിന്നെ ഇതിലൊരു ഇൻട്രസ്റ്റ് ഉണ്ട്, കഴിവുണ്ട് മനസ്സിലായത്. പിന്നെ ഇങ്ങനെ 6ാം ക്ലാസ് മുതൽ ഇതിന് പങ്കെടുക്കാറുണ്ട്, അങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ട്. എന്തായിരുന്നു ഇത്തവണത്തെ വിഷയം? എന്തായിരുന്നു ഇപ്രാവശ്യം പ്രസംഗത്തിന് വന്നത്? ഭരണഭാഷ മലയാളമാകുമ്പോൾ എന്നുള്ളതായിരുന്നു. ഓക്കെ. അപ്പം അതിനെക്കുറിച്ച് പ്രായോഗികമായിട്ട് എന്താണ് അനന്യയുടെ കാഴ്ചപ്പാട്? പ്രസംഗത്തിൽ പറഞ്ഞത് പോട്ടെ, പ്രാക്ടിക്കലായിട്ട് ഭരണഭാഷ മൊത്തം മലയാളം മാത്രം വരണം എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് പ്രാക്ടിക്കലായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? നമ്മുടെ ഭരണഭാഷ ഇപ്പോൾ മലയാളമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. അത് ഭാഷയുടെ പ്രാധാന്യത്തെ ഉയർത്തിപ്പിടിക്കുന്നതിനും അതിൻ്റെ ഒരു സാംസ്കാരിക പൈതൃകത്തെ കുട്ടികളിൽ സ്വാധീനം ചെലുത്തുന്നതിനും ഒക്കെ ആയിട്ടാണ് നമ്മൾ തനിമയെ നിലനിർത്തിക്കൊണ്ട് സർക്കാരിൻ്റെ തലത്തിൽ തന്നെ ഭരണഭാഷ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അപ്പം നിരവധി മേന്മകൾ നമ്മുടെ എടുത്ത് പറയാൻ സാധിക്കും. നമ്മുടെ സംസ്കാരത്തിൻ്റെ അടയാളമാണ്, ചിന്തയുറപ്പിക്കുന്നതിനൊക്കെ മാതൃഭാഷയുടെ ഗുണങ്ങളുണ്ട്. പക്ഷേ നമ്മൾ ഇപ്പോൾ നോക്കുമ്പോൾ മാതൃഭാഷ ഭരണഭാഷയാവുമ്പോഴും അതിന് പ്രത്യേകിച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഒത്തിരി പേര് നമ്മുടെ നാട്ടിൽ വന്ന് താമസിക്കുന്ന, ജോലിയുമായി ബന്ധപ്പെട്ടൊക്കെ താമസിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പം അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ ഭരണപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും മലയാളം മാത്രം ഉപയോഗിക്കുന്നത് പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കില്ലേ? ഉണ്ടാക്കും. അതോടൊപ്പം മറ്റ് ആംഗലേയ ഭാഷകളെ ഉൾപ്പെടുത്താം. എങ്കിലും മലയാളത്തിൻ്റെ പ്രാധാന്യം കളയാതെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിനോടൊപ്പം മറ്റുള്ളവരെ പരിഗണിച്ചുകൊണ്ട് മറ്റെല്ലാ സംസ്ഥാനക്കാരെയും പരിഗണിച്ചുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ എന്നാണ് അനന്യ പറയുന്നത്. തീർച്ചയായിട്ടും അനന്യയ്ക്ക് എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും നമുക്ക് നേരാം. ഇപ്പോൾ +2 ആണ്, അല്ലേ? ഇപ്പോൾ തുടർന്നുള്ള വർഷങ്ങളിൽ ക്യാമ്പസ് ലെവലിൽ പോയിട്ട് കോളേജ് ലെവലിൽ സോണൽ തലത്തിലും ഇൻ്റർസോൺ തലത്തിലൊക്കെ പോയിട്ട് മത്സരിച്ച് സമ്മാനങ്ങൾ നേടാനായിട്ട് സാധിക്കട്ടെ. എഴുത്തിൻ്റെ മേഖലയിൽ ശോഭിക്കാൻ സാധിക്കട്ടെ എന്നൊരുപാട് സ്നേഹത്തോട് ആശംസിക്കുന്നു. എല്ലാവിധ ആശംസകളും. താങ്ക് യു. നമുക്ക് ഒരു മൊമെൻറ്റോ ഒന്ന് സമ്മാനിക്കണം. TCV സ്റ്റുഡിയോയിൽ വരുന്നവർക്ക് നമ്മളൊരു മൊമെൻറ്റോ, ഒരു ഓർമ്മയ്ക്ക് വേണ്ടി സമ്മാനിക്കുന്നുണ്ട്. ഡോക്ടർ റാണി മേനോൻസ് മാക്സി വിഷൻ ഐ ഹോസ്പിറ്റലാണ് അത് സമ്മാനിക്കുന്നത്. പ്ലീസ്. താങ്ക് യു കേട്ടോ. താങ്ക് യു.